ഹലോ മക്കളെ, നമ്മുടെ ചാപ്റ്റർ 5 ഇന്ത്യയിലെ ജനസംഖ്യ പ്രവണതകളുടെ പാർട്ട് 4 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ ജനസംഖ്യ പ്രായഘടന. അതായത് നമ്മൾ ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പോപ്പുലേഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ജനസംഖ്യ, ഒരു രാജ്യത്തുള്ള ആകെ ആളുകളുടെ എണ്ണമാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ പോപ്പുലേഷൻ കണക്കാക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ കണക്കാക്കുന്ന വേറൊരു കാര്യമാണ് ജനസംഖ്യ പ്രായഘടന അല്ലെങ്കിൽ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ എന്നുള്ളത്. അത് വേറെ ഒന്നുമില്ല, ഒരു രാജ്യത്തുള്ള ജനസംഖ്യയിൽ എത്ര ആൾക്കാർ ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ എത്ര ആൾക്കാർ വേറൊരു ഏജ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളവരാണ്. അങ്ങനെ ഏജ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ ജനസംഖ്യ പ്രായഘടന എന്നുള്ളത്. അപ്പൊ നമ്മുടെ ജനസംഖ്യ പ്രായഘടനയിൽ നമ്മൾ ആകെയുള്ള ആൾക്കാരുടെ പ്രായത്തിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കാണ്. എന്തൊക്കെയാണ് മൂന്നെണ്ണം? ഒന്നാമത്തത് 0 മുതൽ 14 വയസ്സ് വരെയുള്ളവർ. 0 മുതൽ 14 വയസ്സ് വരെയുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഏജ് കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏജ് കാറ്റഗറി 15 ടു 59. ഇനി ലാസ്റ്റ് വരുന്നത് നമ്മുടെ തേർഡ് ആയിട്ടുള്ള ഏജ് കാറ്റഗറിയാണ് എബവ് 60 എന്നുള്ളത്. അപ്പൊ ടോട്ടൽ നമ്മുടെ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ, ഒരു രാജ്യത്തുള്ള ആൾക്കാരുടെ പ്രായം കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എത്രത്തോളം ആൾക്കാർ ഏതൊരു ഏജ് കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ഏജ് സ്ട്രക്ചർ മൂന്നാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്നെണ്ണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഏജ് സ്ട്രക്ചർ കണക്കാക്കുന്നത്? കാരണം നമുക്ക് ഒരു രാജ്യത്തുള്ള ആൾക്കാരുടെ ഏജ് സ്ട്രക്ചർ മനസ്സിലായാൽ മാത്രമാണ് ആ രാജ്യത്ത് ഏത് ഏജിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവർക്ക് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പോ വെൽഫെയർ കാര്യങ്ങൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യണോ, അല്ല ഒരു രാജ്യത്ത് ഇപ്പോൾ സ്റ്റുഡൻസ് ആണ് കൂടുതലെങ്കിൽ എന്താ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ലിമിറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും അത് ഓവർകം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ഏജ് സ്ട്രക്ചർ എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ പ്രായഘടന എന്നുള്ളൊരു കാര്യം നമ്മൾ പോപ്പുലേഷനകത്ത് പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പൊ അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നമുക്കൊരു ടേബിൾ ഉണ്ട് അല്ലെ, അതിനകത്ത് എന്താ 3 ഏജ് ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് 0 to 14, 0 മുതൽ 14 വരെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ 14 വരെയുള്ള ആൾക്കാരെ നമ്മൾ ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികളായിട്ടാണ് നമ്മൾ കണക്കാക്കാറ്. അതുപോലെ തന്നെ 15 മുതൽ 59 വരെയുള്ളവരെ നമ്മൾ യങ് പീപ്പിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം എബോവ് 60 അല്ലെ, 60 വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ എൽഡർലി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് ഏജ് സ്ട്രക്ചറിന്റെ 3 ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. 3 ഡിവിഷന് നമ്മൾ ഓരോരോ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ എന്നുള്ളത്. അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചറിൽ തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങൾ എന്ത് വരുന്ന അറിയാവോ, ഈ എബോവ് 60 അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും, ചിൽഡ്രന്റെ അളവ് വളരെ കുറവായിരിക്കും. ചില സ്ഥലങ്ങളിൽ യങ് പീപ്പിളിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പൊ ഒരു രാജ്യത്ത് ഓരോരോ രാജ്യത്തും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അവിടെയുള്ള ഡിസീസസ് അല്ലെ, അവിടെയുള്ള അസുഖങ്ങൾ, അതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഓരോ രാജ്യത്തും ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കുറവായിട്ടുള്ളതെന്നൊക്കെ ഉണ്ടാവാം. ഇപ്പൊ എന്താണ് ചില സ്ഥലങ്ങൾ എന്താണ് ഒരുപാട് ഡിസീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മേ ബി അവിടുത്തെ എൽഡർലി ആൾക്കാരുടെ എണ്ണം വളരെ ലിമിറ്റ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പോ ഏജ് സ്ട്രക്ചർ പറയുന്ന സമയത്ത് നമ്മുടെ കണക്കുകൾ നമ്മൾ പറഞ്ഞു, സെൻസസും ഒരുപാട് രീതിയിലുള്ള പോപ്പുലേഷൻ സ്റ്റഡീസ് ഒക്കെ മിക്ക രാജ്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്റ്റഡീസ് പറയുന്നത് മിക്ക സ്ഥലങ്ങളിലും എൽഡർലി പീപ്പിൾ അല്ലെങ്കിൽ ഓൾഡർ ഏജ് ഗ്രൂപ്പിന്റെ അളവ് വളരെ കൂടുതലാണ്. എപ്പം വൈൽ കമ്പയറിംഗ് ടു എന്ത് വെച്ചിട്ടാണ്, ചിൽഡ്രൻ, കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് വർക്ക് ഫോഴ്സ് അല്ലെ, നടുക്കുള്ള ഏജ് ഗ്രൂപ്പുകാര് യങ് പീപ്പിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മിക്ക രാജ്യങ്ങളിലും എൽഡർലി ആയിട്ടുള്ള ആൾക്കാരുടെ അളവ് വളരെ കൂടുതൽ ആണെന്ന് മിക്ക കണക്കുകളും പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഏജ് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡിപ്പെൻഡൻസി റേഷ്യോ അല്ലെങ്കിൽ ആശ്രിത നിരക്ക് എന്നുള്ളത്. പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലെ, ഡിപ്പെൻഡൻസി റേഷ്യോ, ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ അളവ് അല്ലെങ്കിൽ ആശ്രിതരുടെ അളവ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഏജ് സ്ട്രക്ചർ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. എന്താ 0 to 14 ഉണ്ട്, then 15 to 59 ഉണ്ട്, then എബോവ് 60 ഉണ്ട്. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പിനകത്ത് 2 ഏജ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ആയിട്ട് കണക്കാക്കുന്നത്, അതായത് ആശ്രിതരായിട്ട് കണക്കാക്കുന്നത്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരാണ് 2 ഏജ് ഗ്രൂപ്പുകാർ. ആരൊക്കെയാണ്? ഒന്ന് 0 to 14.
ചിൽഡ്രൻ അല്ലെ, കുട്ടികൾ എന്നുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്താണ്, ഡിപ്പെൻഡന്റ് ആണ്. കാരണം അവർക്ക് എന്താ, അവർക്ക് സെൽഫ് ആയിട്ട് ഒരു വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ ഫൈനാൻസ് അല്ലെങ്കിൽ എക്കണോമിയിലേക്ക് അവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവരാണ് നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ 0 to 14 ആയിട്ടുള്ള ചിൽഡ്രൻ ആണ് നമ്മുടെ ഒരു കാറ്റഗറി ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്, എബോവ് 60, 60 വയസ്സിന് മുകളിലുള്ളവർ അല്ലെ. 60 വയസ്സിന് മുകളിലുള്ളവർ എന്തായിരിക്കും, ഡിപ്പെൻഡന്റ് ആയിരിക്കും അല്ലെ. അവരുടെ മക്കളുമായിട്ട് ഡിപ്പെൻഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവർ ഒരുപാട് ആശ്രയിച്ചിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് സെൽഫ് ആയിട്ട് ഇതുപോലെ ജോലി ഉണ്ടാക്കാനോ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ അവരെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഈ രണ്ട് ഏജ് കാറ്റഗറിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ആശ്രിതരായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇതിൽ പെടാത്ത നടുക്ക് വരുന്ന ഒരു ഏജ് കാറ്റഗറി, അതായത് 15 to 59 എന്നുള്ളതാണ് നമ്മുടെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവരാണ് നമ്മുടെ ഏതൊരു രാജ്യത്തിന്റെയും എക്കണോമിയിലേക്ക് അല്ലെങ്കിൽ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ 15 to 59 പെടുന്ന വർക്ക് ഫോഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി നമ്മൾ എന്തിനാണ് ഈ ഡിപ്പെൻഡൻസി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് എത്രത്തോളം വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആ രാജ്യത്ത് എത്രത്തോളം ഡിപ്പെൻഡൻസ് ഉണ്ട് എന്നറിയാനായിട്ടാണ് നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം എന്നാൽ മാത്രമാണ് എന്താ, നമുക്ക് ആ രാജ്യത്തിന്റെ എക്കണോമിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ പ്ലാൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ഒരുപാട് രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ്, അവിടെയൊക്കെ ഡിപ്പെൻഡൻസിന്റെ അളവ് എന്താ, വളരെ കൂടുതലാണ്. അവിടെയൊക്കെ വർക്ക് ഫോഴ്സ് വളരെ കുറവാണ്. അപ്പൊ അവർക്ക് ഒരുപാട് വർക്ക് ഫോഴ്സിന്റെ ആവശ്യം വരും. അങ്ങനെയാണ് അവർ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരെ അവർ വിളിക്കുന്നതും അവിടെ കുറച്ച് എന്താ സുലഭമായിട്ട് അവർ ജോലി പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഡിപ്പെൻഡൻസി റേഷ്യോ എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ തന്നെ എക്കണോമിനെ ഡയറക്ട്ലി ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ആശ്രിതത്വ അനുപാതം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി റേഷ്യോ നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ ഒരു രാജ്യത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആരോഗ്യ പരിപാലനം അല്ലെ, എന്താണ് ഹെൽത്ത് കെയർ, എത്രത്തോളം ഹെൽത്ത് കെയർ ആ രാജ്യത്തിന് ആവശ്യമുണ്ട്. മേ ബി ഒരു രാജ്യത്ത് എന്താണ് എൽഡർലി പീപ്പിളിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അന്നേരം ഗവൺമെന്റിന്റെ ഒരു സെൻസസിലൂടെ മനസ്സിലാവും എൽഡർലി പീപ്പിളിന്റെ അളവ് എന്താ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഹെൽത്ത് കെയർ അവർക്കായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പിന്നീട് മനസ്സിലാവണം, ഒരു 10 വർഷത്തിന് ശേഷമുള്ള സെൻസസിൽ മനസ്സിലാവുകയാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു 10 വർഷത്തിന് എന്താണ് എൽഡർലി പീപ്പിളിന്റെ അളവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ വർക്ക് ഫോഴ്സ് ആണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ കൂടുതലായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു രാജ്യത്തുള്ള പോപ്പുലേഷന്റെ ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി റേഷ്യോ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഗവൺമെന്റിന് കറക്റ്റ് ആയിട്ട് അവിടെ പ്രോഗ്രാംസും അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻസ് കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അതുപോലെ തന്നെ ആ രാജ്യത്ത് ആർക്കെങ്കിലും പരിചരണം ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താ പരിചരണവും ക്ഷേമവും ആവശ്യമുള്ളവരെ മനസ്സിലാക്കാനും അതനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കാനും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡിപ്പെൻഡൻസി റേഷ്യോ കണക്കാക്കുന്നതിലൂടെ ഗവൺമെന്റിന് സാധിക്കും. ആശ്രിതത്വ അനുപാതം വർദ്ധിക്കുന്നതിനനുസരിച്ച് വാർദ്ധക്യ ജനസംഖ്യയുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഇനി ഒരു സ്ഥലത്ത് ആശ്രിതത്വ അനുപാതം അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി റേഷ്യോ കൂടുതലാണ് എന്നതിന്റെ അർത്ഥം എന്തായിരിക്കും, അവിടെ എന്താണ്, അവിടെ വാർദ്ധക്യ അനുപാതവും കൂടുതലാവാനാണ് സാധ്യത. അതായത് നമ്മളൊരു രാജ്യം എടുക്കുകയാണ്, അവിടെ ഡിപ്പെൻഡൻസി റേഷ്യോ വളരെ കൂടുതലാണ്, അതായത് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിന്റെ അർത്ഥം എന്താണ്, അവിടെ വാർദ്ധക്യ അനുപാതവും കൂടാം, അല്ലെങ്കിൽ എന്താ അവിടെ കുട്ടികളുടെ എണ്ണവും എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിപ്പെൻഡൻസി റേഷ്യോയുടെ ഭാഗത്തുള്ളത്. അപ്പൊ നമ്മുടെ ഏജ് സ്ട്രക്ചർ ഡിപ്പെൻഡൻസി റേഷ്യോ കുറച്ച് ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ ഏജ് സ്ട്രക്ചറിൽ 3 ആക്കിയിട്ട് ഏജ് കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. അതിലെ 2 കാറ്റഗറിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻസ് ആയിട്ട് പിന്നീട് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിപ്പെൻഡൻസി റേഷ്യോന്റെ ഒക്കെ ഭാഗത്തുള്ളത്. ലാസ്റ്റ് പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനകത്താണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്നത്, അല്ലെങ്കിൽ സുസ്ഥിര വികസനം അല്ലെ. അതെന്താണ്, നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് കറന്റ് നമുക്ക് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ ആയിട്ടുള്ള ജനറേഷന് വേണ്ടി നമ്മൾ നിലനിർത്തുന്നതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പറയാണ്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് എന്താണ് നല്ല രീതിയിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്താ പോപ്പുലേഷൻ ഗ്രോത്ത് ശ്രദ്ധിക്കണം. ഒരു രാജ്യത്ത് നമ്മൾ ഒരു ലിമിറ്റ് ഇല്ലാതെ പോപ്പുലേഷൻ ഒരു വർഷം കൂടി വരികയാണെങ്കിൽ എന്തുണ്ടാവും,
അവിടുത്തെ റിസോഴ്സസ് കുറച്ച് നാൾ കഴിയുമ്പോൾ വളരെ ലിമിറ്റഡ് ആവും അല്ലെ. എന്താ, ആൾക്കാർക്കൊക്കെ റിസോഴ്സസ് ആവശ്യമില്ലേ, നമുക്ക് ഭക്ഷണവും പാർപ്പിടവും സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്കും ഒരു രാജ്യത്തുള്ള ജനസംഖ്യ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ സംഭവിക്കും, അവിടുത്തെ റിസോഴ്സസ് ലിമിറ്റഡ് ആവും. അപ്പൊ എന്തുണ്ടാവും, ഫ്യൂച്ചർ ജനറേഷന് ആ റിസോഴ്സസ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം തീർന്നു പോകും അല്ലെ. നമ്മൾ ഉപയോഗിച്ച് തന്നെ ആ സാധനങ്ങളൊക്കെ തീർന്നു പോകും. അപ്പൊ നല്ല രീതിയിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്നുള്ളത്. ഒരു കാരണവശാലും എന്താ, ഒരു ലിമിറ്റ് ഇല്ലാതെ പോപ്പുലേഷൻ വളരാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ അവൈലബിൾ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ട് റിസോഴ്സ് എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി കൂടെ നമ്മൾ അത് മാറ്റിവെക്കണം. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ കപ്പാസിറ്റി, എന്താ, പാരിസ്ഥിതിക ശേഷിയാണെങ്കിലും അല്ലെ, നമുക്കറിയാം ഇപ്പൊ ഒരുപാട് രീതിയിലുള്ള എന്താ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ക്രൈസിസ് വരുന്നുണ്ട് അല്ലെ. സുനാമി അല്ലെങ്കിൽ എർത്ത് ആയിട്ടാണെങ്കിൽ പ്രളയമൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കാരണം എന്താണ്, മനുഷ്യർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഫലമായിട്ട് കോൺസിക്വൻസ് ആയിട്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ ഫ്യൂച്ചർ ജനറേഷനിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും, ഇതിന്റെയൊക്കെ അളവ് കൂടാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇല്ലാതാവാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ലൈഫ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ എന്താ, അവൈലബിൾ റിസോഴ്സസ് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് എൻവയോൺമെന്റൽ കപ്പാസിറ്റി നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്യൂച്ചറിന് വേണ്ടി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യക്കകത്തുള്ളത്. ഇത്രയും എന്താ, നമ്മുടെ ചാപ്റ്റർ ഹോൾ ആയിട്ട് നമ്മൾ 4 പാർട്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇനി അടുത്ത സെഷനിൽ നമുക്ക് സോഷ്യലിലെ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വരാം. അതുവരെ ബൈ.